എം.എൽ.എ. എൽദോസ് പി കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. വധശ്രമ കുറ്റം കൂടി ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ 2 പ്രതികൾ കൂടിയുണ്ട്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അഖിൽ ഷാ, എൽദോസ് കുന്നപ്പള്ളി എം.എൽ.എക്കെതിരായിട്ടുള്ള ബലാത്സംഗ പരാതിയിലെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപീഷൻ, തിരുവനന്തപുരം നെയ്യാറ്റിൻകര കോടതിയിലാണ് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും വധശ്രമം, അതുപോലെ തന്നെ ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇത്തരത്തിലൊരു കുറ്റപത്രം നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. എൽദോസ് കുന്നപ്പള്ളിയെ കൂടാതെ 2 സുഹൃത്തുക്കൾ, അതായത് എൽദോസിന്റെ 2 സുഹൃത്തുക്കൾ കൂടി ഈ കേസിൽ പ്രതികളായി ചേർത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും സുഹൃത്തായ യുവതിയെ ഒന്നിലധികം തവണ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. അതുപോലെ തന്നെ ഈ അടിമലത്തുറയിലെ ഒരു റിസോർട്ടിന് മുകളിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിലും ഇത്തരത്തിൽ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ 2022 ജൂലൈ മാസത്തിൽ നടന്ന സംഭവത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കുറ്റപത്രം തിരുവനന്തപുരം നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ശരി, കേസിൽ 2 പ്രതികൾ കൂടിയുണ്ട്. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.